ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ അമൃതപ്പൊടി വെച്ചിട്ടുള്ള ഹോർലിക്സ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ കുറച്ച് നിലക്കടല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ അമൃതപ്പൊടിയിൽ നിലക്കടലയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഒരു എക്സ്ട്രാ ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് നിലക്കടലയും ബദാമും ഇതുപോലെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗനവാടിയിൽ നിന്നും കിട്ടുന്ന ഈ ഒരു ന്യൂട്രി മിക്സ് അധികം കുട്ടികൾക്കും കഴിക്കാൻ ചെറിയൊരു മടി ഉണ്ടാവും. ഇനി കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടിയും ഒരു മാസത്തിൽ 6 പാക്കറ്റൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത്രയും എന്തായാലും യൂസ് ചെയ്യൂല. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പാലിൽ കലക്കി കൊടുക്കാൻ നല്ലതാണ്. ബദാമും നിലക്കടയിലും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സെയിം പാനിലേക്ക് നമ്മൾ അമൃതം പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് സമയം ചൂടാക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായി മാറി വരും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും വരും കേട്ടോ. ആ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബദാമും നിലക്കടയിലും പൊടിച്ചത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അമൃതം പൊടി ഓൾറെഡി മധുരമുള്ളതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാൽപ്പൊടിയാണ്. 1 കപ്പോളം പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാനത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 കപ്പോളം പാൽപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇത് വെച്ചിട്ട് ഇനി നമുക്ക് നല്ല ഹോർലിക്സ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ഹോർലിക്സിൻ്റെ ഫ്ലേവറും ടേസ്റ്റും അല്ലെങ്കിൽ പോലും ഒരു 80% ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അമൃതപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. എന്തായാലും നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. അമൃതപ്പൊടി വെറുതെ കുറുക്കി കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റം ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മക്കൾ ഇഷ്ടത്തോടെ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക് യു.